ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു പപ്പുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി പപ്പ സ്കൂളിൽ പോയതിന് ശേഷം ഇനി ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നേരെ തന്നെ നമ്മൾ ആസ് യൂഷ്വൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നും ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ബോറടിയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ബോറടിച്ചിട്ടും കാര്യമില്ല, നമ്മൾ തിരിച്ചടിക്കേണ്ടി വരും. കാരണം നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടവും. കുറച്ച് ദിവസമായി പുട്ടും പയറും പപ്പടവും കൂടെ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് പിന്നെ വലിയ പാടും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ പയറെടുത്ത് കുതിർക്കാനൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിന് പുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് റെഡിയാക്കി മാറ്റി വെച്ചു. അപ്പോഴേക്കും എന്താ പയർ തിളച്ച് വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ വേവുണ്ടോ കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓടിപ്പോയി തേങ്ങയും കൂടെ തിരുമ്മി വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ടല്ലോ. ആ ചുറ്റുപാട് നിന്നുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ പയർ വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് കിടന്ന പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു. അപ്പോൾ എത്ര പെട്ടെന്ന് ജോലി നേരത്തെ തീർക്കുന്നോ അത്രയും നല്ലതാണല്ലോ. അതുകൊണ്ട് സമയം ഒട്ടും കളയാനില്ലാത്തത് കൊണ്ട് ചടപടേ എന്നുള്ള ജോലി പെട്ടെന്നങ്ങ് തീർക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പയർ വെന്ത് വന്നപ്പോൾ ഞാൻ പിന്നെ അതിനകത്തോട്ട് കടുക് വറുത്തിട്ടാലല്ലേ അതിനൊരു കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തും കൂടെ അതിനകത്തോട്ട് ചേർത്തപ്പോഴേക്കും നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ബിജുവിൻ്റെ അമ്മയ്ക്കും ചായ വേണം, അത് മസ്റ്റാണ്. അങ്ങനെ അവർക്കുള്ള ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പുട്ടും ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചിരട്ട, ഇവിടെ മറ്റേ നീണ്ട പുട്ടുകൂറ്റി ഇല്ല കേട്ടോ, ഇതാണുള്ളത്. അങ്ങനെ തേങ്ങ വെച്ച നല്ല ചിരട്ട പുട്ട് റെഡി ആയിട്ടുണ്ടത്. പെട്ടെന്ന് തന്നെ പപ്പടവും കൂടെ കാച്ചി. അപ്പോൾ ഇനി ബിജുവിനും അമ്മയ്ക്കും ഉള്ളത് കൊടുക്കണം. അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കഴിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് സമയം എടുത്ത് ഇരുന്ന് മൊബൈലൊക്കെ നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ, നമുക്കായിട്ടുള്ളൊരു സമയമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം വാഷ് ബേസിന് ഇട്ടിട്ട് ചോറല്ല നമ്മുടെ അരി തിളപ്പിക്കാനായിട്ട് അടുപ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ റൈസ് കുക്കറിലോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. സാധാരണ ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പാപ്പുന് രാവിലെ സ്കൂളിൽ ചോറ് കൊടുക്കണമെങ്കിൽ തലേന്ന് രാത്രി അരി തിളപ്പിച്ച് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് അമ്മയുടെ അവിടെ നിന്നാണ് പാപ്പുന് സ്കൂളിലൊക്കെയുള്ള ലഞ്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പം രാവിലെ അധികം നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഓടിപ്പോയി പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പം ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. ഒരു ഉരുളക്കിഴക്കും മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് വലിയ ആയാസ പണികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ള ഒരു പണി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ മുറ്റം അടിക്കണം. അതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. കാരണം ഇവിടെ ബിജുവിൻ്റെ അമ്മയുണ്ട്. അമ്മ സ്വന്തമായിട്ട് നടക്കത്തില്ല, സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നോക്കാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. നോക്കാനൊന്നുമല്ല, രാവിലെ ഒരു 1.5 മണിക്കൂറാണ് അവരിവിടെ ഉള്ളത്. ബിജുവിൻ്റെ അമ്മയെ കുളിപ്പിക്കും, അമ്മയുടെ തുണി കഴുകും, അമ്മയുടെ കിടക്കുന്ന റൂം വൃത്തിയാക്കും. കാരണം രാത്രി ഡയപ്പർ വെച്ചിട്ടാണ് അമ്മ കിടക്കുന്നത്. കാരണം എഴുന്നേറ്റ് പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പം അതാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബാക്ക് സൈഡെങ്കിലും ഒന്ന് തൂക്കണം എന്ന്. കാരണം എൻ്റെ വലത് കൈക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എനിക്ക് അധികം പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനത് കാര്യമാക്കാതാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വരുന്നവർ തൂക്കാറില്ല. ഞാൻ പറഞ്ഞാലും അവരത് ചെയ്യാറുമില്ല. തൂക്കണേന്ന് പറയുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈയും തരാറില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ അമ്മയെ കുളിപ്പിക്കാനെങ്കിലും എത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പറയാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഉടയനെ പിടിച്ച് കെട്ടണ കാലമാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. അവരുടെ ഇത് കണ്ടാൽ അവരിവിടുത്തെ വീട്ടുകാരിയും ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയുമാണ് എന്നുള്ള ഇതിലാണ്, ലെവലിലാണ് പോകുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാറില്ല. കാരണം വാങ്ങുന്ന പൈസയ്ക്ക് ഒരല്പം ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അവർക്കത് ചെയ്യാൻ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര നിർബന്ധിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇവിടെ ആകപ്പാടെ രാവിലെ 2 മണിക്കൂറത്തേക്കേ ആവശ്യമുള്ളൂ. ഫുൾ ടൈം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയെ കുളിപ്പിച്ചിട്ട് തുണി നനച്ച് അമ്മയുടെ റൂമും തുടച്ചിട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനോ ബിജുവണ്ണോ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ആരെയും ആശ്രയിക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ വേറൊരാളെ കിട്ടുന്നത് വരെ ഇവരെ ഇങ്ങനെ സഹിച്ചേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോൾ എന്താ മാർഗ്ഗം അല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ബാക്ക് സൈഡൊക്കെ തൂത്തിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. കാരണം ആഴ്ചയിൽ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബാക്ക് സൈഡ് തൂക്കണേന്ന് പറഞ്ഞത്. അതുപോലും അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് അല്ലേ. അങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ ഇരുന്നപ്പോൾ പാപ്പു എത്തി കേട്ടോ. അപ്പോൾ ഇനി ഈവനിങ് ഉള്ള കുറച്ച് പരിപാടികളാണ്. ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.